കർണാടകയിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംഘപരിവാറിൽ നിന്നും ബി.ജെ.പിയിൽ നിന്നും ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോൽവിയാണ് ബി.ജെ.പിക്ക് കർണാടക സമ്മാനിച്ചത്. പിന്നാലെ കോൺഗ്രസ് സർക്കാരിനെ സ്വസ്ഥമായി ഭരിക്കാൻ വിടാതെ പിടിക്കുകയാണ് ബി.ജെ.പി ചെയ്തത്. എന്നാൽ തടസ്സങ്ങളെ തരണം ചെയ്ത് കർണാടകയിൽ കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ബി.ജെ.പി കോൺഗ്രസിനെതിരെ ശക്തമായ ആരോപണങ്ങളും അനാവശ്യ വിവാദങ്ങളും ഉയർത്തി രംഗത്ത് വന്നത്. മുസ്ലിം മതവിശ്വാസികൾക്ക് കർണാടകയിൽ കോൺട്രാക്ട് നൽകുന്നതിലടക്കം സംവരണം ഏർപ്പെടുത്തിയ കോൺഗ്രസിനെ തളയ്ക്കാനുള്ളൊരു നീക്കം ബി.ജെ.പി ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഡി.കെ. ശിവകുമാറിനെ ഈ വിഷയത്തിൽ തെറ്റുകാരനാക്കി ചിത്രീകരിക്കാനും ബി.ജെ.പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകുന്നതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്ന ബി.ജെ.പിയുടെ ആരോപണങ്ങൾ പക്ഷേ കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാർ തള്ളിക്കളഞ്ഞു. അത്തരം അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ താൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിക്കുമെന്നാണ് ഡി.കെ. ശിവകുമാർ പറയുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവിന്റെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി ചൊവ്വാഴ്ച സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ ഒരു സാഹചര്യത്തിലാണ് ഡി.കെ. ശിവകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. അഭിമുഖത്തിലെയും രാഷ്ട്രീയ നിലപാടിലെയും സത്യം ബി.ജെ.പിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ശിവകുമാർ ഭരണഘടന മാറ്റുമെന്ന് എവിടെയാണ് പറഞ്ഞതെന്നും ചോദിക്കുന്നു. ഭരണഘടന കൊണ്ടുവന്നത് തന്നെ കോൺഗ്രസ് ആണ്, അത് തങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നു. ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞത് ബി.ജെ.പി നേതാക്കളാണ്. ഭരണഘടന മാറ്റുമെന്ന് താൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് ശിവകുമാർ ഉറപ്പു നൽകുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിശദീകരണം തേടിയോ എന്ന ചോദ്യത്തിന് അവർ വിശദീകരണം ചോദിച്ചുവെന്നും നൽകിയിട്ടുണ്ടെന്നും ഡി.കെ. വ്യക്തമാക്കി. ഞായറാഴ്ച നടന്ന ഒരു പൊതുമാധ്യമ സെമിനാറിൽ മുസ്ലിങ്ങൾക്ക് ഒരു സംവരണം ഉറപ്പാക്കാൻ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു നല്ല ദിവസം വരുമെന്നും ശിവകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ശിവകുമാർ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും കർണാടക ഉപമുഖ്യമന്ത്രിക്കും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ ബി.ജെ.പി കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. മുസ്ലിം ക്വാട്ടയെക്കുറിച്ചുള്ള ഡി.കെയുടെ പരാമർശങ്ങൾ ഭരണഘടന മാറ്റാനുള്ള പാർട്ടിയുടെ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയാണ് തുറന്നുകാട്ടിയതെന്നും ബി.ജെ.പി പറയുന്നു. പ്രതിപക്ഷമായ ബി.ജെ.പിയുടെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ പൊതുകരാറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകുന്നതിനുള്ള ബില്ല് മാർച്ച് 21 കർണാടക നിയമസഭ പാസാക്കുകയും ചെയ്തിരിക്കുന്നു.